തിരുവനന്തപുരം നന്തൻകോട് നടന്ന ഒരു കൊലപാതകം. അന്ന് കേരളം ഞെട്ടിയ കൊലപാതകമായിരുന്നു അത്. ആകെ ഭയങ്കര ഭീതി, ഭീകരമായൊരു കൂട്ടക്കൊല. 4 പേരെയാണ് കൊന്നത്. കേതൽ എന്ന് പറയുന്ന ഒരാൾ വലിയ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ്. അതിൻ്റെ അയാളിപ്പോൾ കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ട് വിധി വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? തീർച്ചയായും കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു നന്തൻകോട് കൊലപാതകം. കൂട്ടക്കൊല കേസിൽ ഏകപ്രതി ഈ ജിൻസൺ, കേഡൽ ജിൻസൺ എന്നാണ് പേര്, കുറ്റക്കാരനാണെന്ന് ഇപ്പോൾ തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിട്ടുണ്ട്. 2017 ഏപ്രിൽ മാസത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. 2017 ഏപ്രിൽ മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ ഏകദേശം 8 വർഷത്തോളം ആകുന്നു. ക്ലിഫ് ഹൗസിന് സമീപത്തുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ വീട്ടിൽ റിട്ടയർഡ് പ്രൊഫസർ രാജതങ്കം 60 വയസ്സുള്ള, ഭാര്യ റിട്ടയർഡ് RMO ഡോക്ടർ ജീൻ പത്മ, മകൾ കരോലിൻ, ഡോക്ടറുടെ ബന്ധു ലളിത എന്നിവരെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. എല്ലാം കുറ്റവും തെളിഞ്ഞു. അച്ഛനെ, അമ്മയെ, സഹോദരിയെയും ബന്ധുവിനെയുമാണ് കേഡൽ കൊന്നു തള്ളിയത്. അതായത് ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ പേരിലായിരുന്നു കൊല. 65 ദിവസം നീണ്ട വാദത്തിന് ശേഷമാണെന്ന് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്താ? അത് കുറേ പേര് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തി സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ കഴിയുക, ആസ്ട്രൽ ട്രാവൽ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്ന ഒരു രീതിയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. സാധാരണഗതിയിൽ ഇത് ഡ്രീം യോഗ എന്നൊക്കെ പറയും, ഡ്രീം യോഗ എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഇതിനെ അതായത് ചൈനീസായിട്ടുള്ള കുറേ മന്ത്രവാദ രീതികളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് പിന്തുടരാറുള്ളത് പലപ്പോഴും. പിന്നെ വേറെ കുറച്ച് മന്ത്രവാദത്തിൻ്റെ തന്നെ രീതികളുണ്ട്. ഇതിനെയൊക്കെ ഈ പറയുന്ന ബ്ലാക്ക് മാജിക്കിൻ്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. അവർ തന്നെ ഈ ഡ്രീം യോഗയുടെയൊക്കെ പാർട്ടായിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ ഒരുപാട് ഇന്നുണ്ട്. അതിൽ കൂടെ ആൾക്കാരെ ഇത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുവരും. അതായത് ഇതൊരു മാനസിക തലമാണ്. അതിന് ഇവരെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ അഷ്ടാംഗ യോഗത്തിൽ പറയുന്നത് പോലെ ഒരു 6 സ്റ്റെപ്പ് ഇവരും പറയുന്നുണ്ട്. പറഞ്ഞിട്ട് അതിൽ കൂടെയാണ് വരുന്നതെന്നാണ്. അതിൽ കൂടെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് മാറ്റം വരുമെന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നും മാറ്റമൊന്നും വരില്ല. പക്ഷേ ഇതിലുണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ മാനസികമാണ്. മാനസികമായിട്ട് ഒരു വിഭ്രാന്തിയിലേക്ക് കിടക്കും. ആ വിഭ്രാന്തിയിലൂടെ ഒരു ദിവാസ്വപ്നം, ഒരു സ്വപ്നലോകത്തൂടെ സഞ്ചരിച്ച് ഇങ്ങനെ. പിന്നെ ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കയിലൊരു വിശ്വാസമുണ്ട്. അതായത് സ്കിൻ വാക്കേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട്. അത് ഇതുപോലെ ഒരു ദുർമന്ത്രവാദത്തിൽ കൂടെ നേടിയെടുക്കുന്നതാണ്. മിക്കവാറും ബന്ധുവിനെയൊക്കെ കൊലപ്പെടുത്തിയിട്ട് അവരുടെ എനർജി കൂടെ സ്വീകരിച്ച് ആ ആത്മാവിനെ വെച്ച് ഇവരൊരുപാട് രക്തബന്ധത്തിൽപ്പെട്ടവരെ കൊല്ലുന്നത് എന്നെങ്കിലേ പറ്റുള്ളൂ. എന്നിട്ട് ഇത്തരം ആൾക്കാർ ഈ പല രീതിയിൽ മാറാൻ കഴിയും. സ്കിൻ വാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിയായിട്ട്, കുതിരയായിട്ട്, മറ്റ് മൃഗങ്ങളായിട്ടൊക്കെ മാറാൻ. നമ്മുടെ ഇവിടെ ഒടിയനില്ലേ, അതുപോലത്തെ ഒടി വയ്ക്കുന്നതിന് ജീവികളായിട്ട് മാറുന്നത് പോലെ അവിടെയുള്ള ഒരു വിശ്വാസമാണ് ഈ സ്കിൻ വാക്കേഴ്സ് എന്ന് പറയുന്നത്. അവർ പെട്ടെന്ന് തന്നെ ഒരാൾ വന്നിട്ട് അതിൽ പെട്ടെന്ന് പട്ടിയായിട്ട് ഓടി അങ്ങ് പോകും. ഇത് വലിയ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നൊക്കെയാണ് പറയുന്നത്. അതും ഇതുപോലത്തെയൊക്കെയുള്ള കൊലപാതകങ്ങളിലേക്കൊക്കെയാണ് നയിക്കുന്നത്. ഇതും അങ്ങനെയാണ്. പക്ഷെ ശരിക്കും ഈ പറയുന്ന കൂടുവിട്ട് കൂടുമാറ്റം എന്നൊക്കെ പറയുന്ന സംവിധാനത്തെ പറ്റിയൊന്നും ഈ പറയുന്ന സാധാരണഗതിയിൽ അങ്ങനെ ഒരിടത്തും പറഞ്ഞു കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ ഇന്ത്യൻ ട്രഡീഷനിൽ നമുക്കറിയാമെന്നുള്ള അഷ്ടാംഗ യോഗയാണ്. അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഏതെങ്കിലും മാർഗ്ഗങ്ങളിലൊന്നും ഈ മാർഗ്ഗങ്ങളിലൊന്നും. അഷ്ടാംഗ യോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്ത് ഈ പ്രപഞ്ചത്തെ എവിടെ ഇരുന്ന് ചെയ്താലും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരേ അനുഭവമായിരിക്കും. അതിൽ കൂടെ ആയിരിക്കും പോകുന്നത്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി, ഇങ്ങനെ 8 കാര്യങ്ങളിൽ കൂടെയാണ് ഈ ഇതിലെത്തുന്നത്, സമാധിയിലെത്തുന്നത്. സമാധിയിലെത്തുമ്പോൾ ശരീരത്തിനെ വിട്ട് അത് ഈ പറയുന്ന പോലെ ശരീരം വിട്ട് ട്രാവൽ ചെയ്യുന്ന അവസ്ഥയൊക്കെ എന്നൊക്കെ പറയുന്ന അതൊക്കെ വെറും വിഡ്ഢിത്തങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഈ പ്രപഞ്ചം തന്നെ ഞാനാണെന്ന് പറയുന്ന തിരിച്ചറിവിലേക്കാണ് യോഗ നയിക്കുന്നത്. അതായത് ഇവിടെ ഒരു സ്വപ്നലോകമാണെങ്കിൽ ശരിക്കും പറയുന്ന ഈ പറയുന്ന അഷ്ടാംഗ യോഗ പോലുള്ള കാര്യങ്ങൾ മനുഷ്യനെ യാഥാർത്ഥ്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത്, ശരിയായ അവബോധത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അതായത് നമ്മൾ ജീവിതാവസ്ഥയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സ്വപ്നം, ഒന്ന് ജാഗ്രത, ഒന്ന് സുഷുപ്തി. അതിൽ ജാഗ്രത എന്ന് പറയുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ഉണർന്നിരിക്കുന്നു, പ്രസന്റ് ആയിട്ട് നമ്മൾ ബോധത്തിലിരിക്കുന്ന അവസ്ഥ. ഇനി സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന അവസ്ഥ. സുഷുപ്തി എന്ന് പറഞ്ഞാൽ സ്വപ്നരഹിതമായ ഉറക്കം. അത് നമുക്ക് അപ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് അറിഞ്ഞുകൂടാ. നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ ഒന്നും അറിയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ഉറക്കത്തിൻ്റെ അവസ്ഥയാണ്. ഇപ്പോൾ ഈ 3 അവസ്ഥയാണ്. ഇനി യോഗയിൽ കൂടെ ഒരു മനുഷ്യൻ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അതിനെ പറയുന്നത് ജാഗ്രത എന്നാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ജാഗ്രത അവസ്ഥയിലാണ്.
ഇതിലും ജാഗ്രത ആയിട്ടുള്ള അവസ്ഥ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ എടുക്കണം. അങ്ങനെ ജാഗ്രത ഒരാൾ എത്തണമെങ്കിൽ ആദ്യം എവിടെ പോകണം? നിയമ എന്ന് പറയുന്ന കാര്യത്തിൽ പോകണം. നിയമ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. നിയമത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലഹരി ഉപയോഗിക്കാൻ പാടില്ല, തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ആരും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കണം, എല്ലാം നല്ലത് ചെയ്യണം, നമ്മൾ കമ്പാഷൻ ഉള്ള ഒരാളായിരിക്കണം, മറ്റുള്ളവരോട് കരുണ കാണിക്കണം. അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാൾക്കും ഒരു നന്മയില്ലെങ്കിൽ, നന്മയും സ്നേഹവും സഹാനുഭൂതിയും ഒന്നുമില്ലെങ്കിൽ, ക്രൂരത ഒന്നുമില്ലാത്ത ഒരാളല്ലെങ്കിൽ നിങ്ങൾക്ക് യോഗ അഭ്യസിക്കാൻ കഴിയില്ല, യോഗയുടെ ഫലം കിട്ടില്ല. ഇതാണ് യോഗ. അതിൽ കൂടെ നിയമ ആസന പ്രാണായാമം, പിന്നെ പ്രാണായാമമുണ്ട്. പ്രാണായാമം പ്രത്യാഹാര ധാരണ ധ്യാന സമാധി. അപ്പോൾ ഈ പറയുന്ന ഇതൊക്കെ ഓരോരോ ഘട്ടങ്ങളാണ്. അതിൽ പ്രാണായാമം ചെയ്താണ് ഈ പറയുന്ന പ്രത്യാഹാര എന്ന് പറയുന്ന അവസ്ഥ. പ്രത്യാഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശ്വാസരഹിതമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന് എത്താൻ കഴിയുമെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകാഗ്രമായിട്ടിരിക്കുന്ന, അതായത് ചിന്തകളൊക്കെ കുറഞ്ഞ് മനസ്സ് ഒരു ധ്യാനത്തിൻ്റെയൊക്കെ ഒരു തുടക്കമാണ് ഈ പറയുന്ന ധാരണ എന്ന് പറയുന്നത്. ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാഗ്രമായി ഇരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ധാരണയിൽ ചെയ്യുന്നത്. അത് ധ്യാനം എന്ന് പറയുന്നതാണ്. ആ ധ്യാനം എന്ന് പറയുന്ന അവസ്ഥ അനുഭവിക്കണമെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് കാലങ്ങളോളം യോഗ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത്. അഷ്ടാംഗ യോഗ അല്ല. ഈ അഷ്ടാംഗ യോഗയിൽ തന്നെ ഹഠയോഗയല്ല, ക്രിയയോഗ ചെയ്യുമ്പോഴാണ് ഈ അവസ്ഥയിലേക്ക് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സമാധി അവസ്ഥയിൽ എത്തുമ്പോഴത്തേക്കും അവിടെ ബോധമാണ് ഉണ്ടാകുന്നത്. ഏത് ബോധം? ജാഗ്രത എന്ന് പറയുന്ന അവസ്ഥ. അപ്പം ഞാൻ ആരാണെന്ന് മനസ്സിലാവും, അഹംബോധം ഉണ്ടാവും, ഞാൻ ആരാണെന്ന് മനസ്സിലാവും, പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാവും, ഈശ്വരൻ എന്താണെന്ന് മനസ്സിലാവും. ഇതെല്ലാം ഒന്ന് തന്നെയാണെന്നുള്ള ഉയർന്ന ബോധവും അറിവുമാണ് യോഗയിലൂടെ പ്രാപ്തമാകുന്നത്. അങ്ങനെയാണ് ലോകസഞ്ചാരം നടക്കുന്നത്. അല്ലാതെ ഒരു ഇല്ലാതെ ആരെങ്കിലുമൊക്കെ അടിച്ചു കൊന്നാൽ ലോകസഞ്ചാരം എന്ന് പോയിട്ട് ഒരു സെല്ലിൻ്റെ വെളിയിലിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. പ്രതി കേടൽ മാതാപിതാക്കളെയും സഹോദരിയും ബന്ധുവിനെ അതിദാരുണമായി കൊലപ്പെടുത്തി എന്നാണ് കേസ്. അതുകൊണ്ട് തന്നെ മരണകാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജീൻ, പത്മ, രാജതങ്കം, കരോലിൻ എന്നിവരുടെ മൃതദേഹം വീടിൻ്റെ മുകൾ നിലയിലെ ബാത്റൂമിൽ കത്തിക്കരിഞ്ഞ നിലയിലും ലളിതയുടേത് താഴത്തെ നിലയിലെ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു. ജീനിൻ്റെയും കരോലിൻ്റെയും മൃതദേഹം പൂർണ്ണമായും കത്തി അമർന്നിരുന്നു. രാജയുടെ ശരീരം ഭാഗികമായി കത്തിയിരുന്നു. ശരീരത്തിലെ 9 മുറിവുകളിൽ 7 എണ്ണം തലയോട്ടിയിലാണ്. മഴ ഉപയോഗിച്ച് തലയിൽ വെട്ടിയാണ് രാജയെ കൊന്നതെന്നാണ് നിഗമനം. സാത്താൻ സേവയ്ക്ക് അടിമപ്പെട്ട് മാതാപിതാക്കളെയും സഹോദരിയെയും ഉൾപ്പെടെ 4 പേരെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. ജീവൻ കൊടുത്ത ആത്മാവിനെ വേർപെടുത്തലാണ് പരീക്ഷിച്ചതെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത്. നേരത്തെ പ്രിയൻ സൂചിപ്പിച്ചതുപോലെ വീഡിയോ ഗെയിം കാണിക്കാമെന്ന് പറഞ്ഞ് മാതാപിതാക്കളെയും സഹോദരിയും വീടിൻ്റെ മുകൾ നിലയിൽ എത്തിച്ച ശേഷം മഴ ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കേടലിൻ്റെ മൊബൈൽ ഫോണിൽ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കൊലയ്ക്ക് ഉപയോഗിച്ച മഴ വാങ്ങിയത് ഓൺലൈനിലൂടെ ആയിരുന്നു. 2017 ഏപ്രിൽ 9 ഈ ക്ലിഫ് ഹൗസിന് സമീപമുള്ള വീട്ടിൽ അമ്മ ഡോക്ടർ ജീൻ പത്മ, അച്ഛൻ പ്രൊഫസർ രാജതങ്കം, സഹോദരി കരോലിൻ, ബന്ധു ലളിത എന്നിവരെ കേടൽ കൊലപ്പെടുത്തിയത്. 3 പേരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞും ഒരാളുടെ പൊതിഞ്ഞ നിലയിലുമായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഏതായാലും ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ്, ചെന്നൈയിലേക്ക് പോയ കേടൽ തിരിച്ച് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പോലീസ് പിടികൂടിയത്. യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് കേടൽ തിരികെ എത്തിയത്. പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ അയാളുള്ളത്. അതായത് 10 വർഷത്തിലേറെയായി കുടുംബാംഗങ്ങൾ അറിയാതെ കേടൽ സാത്താൻ സേവ നടത്തിയിരുന്നു. ഇൻ്റർനെറ്റിലൂടെയാണ് ആസ്ട്രൽ പ്രൊജക്ഷനിൽ അറിവ് നേടിയത്. നല്ല സാമ്പത്തിക സ്ഥിതിയും വിദ്യാഭ്യാസവുമുള്ള കുടുംബത്തിലെ അംഗമായ കേടൽ സാത്താൻ സേവയിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് പോലീസിനെ കുഴക്കിയത്. ഇത് മറ്റൊരാളുടെ ഇടപെടലും ഇതുവരെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കേടൽ മാത്രമാണ് കേസിലെ പ്രതി. സംഭവത്തിന് ശേഷം ഈ നന്ദൻകോട്ടെ വീട് പൂട്ടിക്കിടക്കുകയാണ്. നേരത്തെ പ്രതിക്ക് വിചാരണ നേരിടാനുള്ള മാനസിക ആരോഗ്യമില്ലെന്ന് മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്തതിനാൽ കേസിൽ തുടർ നടപടികൾ വൈകിയിരുന്നു. സഹതടവുകാരനെ ആക്രമിച്ച പശ്ചാത്തലമുള്ളതിനാൽ കേടലിനെ മിക്ക സമയത്തും ഒറ്റയ്ക്കായിരുന്നു ജയിലിൽ പാർപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളപ്പോൾ വ്യക്തി ശുചിത്വത്തിൽ ശ്രദ്ധ ചെലുത്താറില്ലെന്നതൊഴിച്ച് മറ്റ് പ്രശ്നങ്ങളിലൊന്നും ജയിലിൽ ഉണ്ടാക്കാറില്ല. ഇടയ്ക്ക് ശ്വാസകോശത്തിൽ ഭക്ഷണം കുടുങ്ങി ഗുരുതരാവസ്ഥയിലായെങ്കിലും രക്ഷപ്പെട്ടു. എന്തായാലും നാളെ അതിൻ്റെ ശിക്ഷ വിധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.